രണ്ട് മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഹലോ മമ്മി. ഇന്നലെ നവംബർ 21 റിലീസ് ചെയ്ത ഹൊറർ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ 36 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത മികച്ചൊരു തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രണ്ടാം ദിവസം ഒരുപാട് സിനിമകളുടെ റിലീസ് കാരണമായിരിക്കാം കളക്ഷൻ ഇടിവ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ ആദ്യ ദിവസം ലഭ്യമായ സിനിമയ്ക്ക് ആദ്യ ദിവസം ഇതേ സമയം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 20-25 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 60 ലക്ഷം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ 2 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ പുതിയ സിനിമകളോടൊപ്പം മികച്ചൊരു പോരാട്ടം സിനിമ ബോക്സ് ഓഫീസിൽ നടത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ ഹലോ മമ്മിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. രണ്ടാമത്തേത് ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ആനന്ദ് ശ്രീബാല കളക്ഷനാണ്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ അർജുൻ അശോകനാണ് നായകനായിട്ട് എത്തിയത്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ വീക്കിൽ മികച്ചൊരു കളക്ഷനും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ പുതിയ സിനിമകളുടെ റിലീസ് ആനന്ദ് ശ്രീബാലയെ ബാധിച്ചു എന്നാണ് ഇന്നത്തെ കേരള ട്രാക്കിങ്ങിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 2 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിൽ 15 ലക്ഷത്തിന് മുകളിൽ പ്രതിദിനം കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 10 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് പോകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 2 കോടി കേരള ഗ്രോസ് ലക്ഷ്യം വെച്ച് സിനിമ മുന്നേറുകയാണ്. കാത്തിരിക്കൂ ആനന്ദ് ശ്രീബാലയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.